അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവ തന്നെയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വീട്ടിലൊരുവിധം എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ റവ കേസരി അല്ലെങ്കിൽ നമ്മളെ റവ ഹൽവ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ അത് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് വറുത്തിട്ടുള്ള റവ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന ആ റവ തന്നെ. പിന്നെ ഇതൊരു 1/3 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതായത് RKG മിൽമക്ക പോലെയുള്ള നെയ്യുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ 1 കപ്പെങ്കിലും പഞ്ചസാര ചേർത്താലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നല്ല മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വരെ ചേർക്കാം. പിന്നെ ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മധുരം ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഒരു നുള്ളു ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അത് കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസും എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിതാ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലും ചേർക്കാം. അതായത് 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇനി നെയ്യിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവൻ്റെ കളറ് മാറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ തരിയും നല്ലപോലെ നെയ്യിൽ കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഇളക്കിയിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇനി ഇതാ ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമ്മളെ കേസരി ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ കുഞ്ഞു സ്റ്റീൽ പാത്രത്തിൽ ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷേപ്പിലൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ടതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാലും മതി. ഇനി ഇതിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് വിതറി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കേസരി ഒന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ റവ ഒക്കെ നല്ലപോലെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വെള്ളം നന്നായിട്ട് തിളക്കണമുണ്ട്. ഇനി തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നല്ല ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ കുറച്ച് കളറ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ, അതായത് കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നുള്ളു ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കി അതൊന്ന് മെൽറ്റായി കിട്ടിയതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ബാക്കിയുള്ള നെയ്യും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ വല്ലാതെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആദ്യം റവ വറുക്കാൻ നെയ്യ് എടുത്തല്ലോ, അതിന് പകരം ഓയിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ചുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കേസരി നല്ലപോലെ കുറുകി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്നൊരു പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഉരുട്ടി നോക്കിയാൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി വല്ലാതെ കുറുക്കിയെടുത്താൽ ഇത് ചൂടാറുമ്പോൾ ഹാർഡായിപ്പോവും. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ നമ്മൾ ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ആ ചൂടിൽ ആ ഒരു ദമ്മിലിരുന്നിട്ട് പിന്നെ ഈ റവ ഒന്നുകൂടെ വെന്തിട്ട് പിന്നെ വല്ലാതെ ആ ഒരു തരിയൊക്കെ പോയിപ്പോവും. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് മേലെ നമുക്ക് അങ്ങോട്ട് സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കേസരി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം. ഇത് ചൂടോടെയും സെർവ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് ചൂടാറിയാൽ എത്ര സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യുന്നത്. ഞാനിത് വലിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ചെറിയ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ ഹൽവ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാരയും നെയ്യൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ, പക്ഷേ ഇതിലും കുറയ്ക്കരുത്, പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.